നേരത്തെ പാട്ട് കേൾക്കുകയായിരുന്നു. ആ, അതാ കല്യാണി കളവാണിയുടെ വീട്ടിലാണ്. അവിടെ അനുജത്തിയുടെ തെരണ്ട് കല്യാണം നടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങളൊക്കെ പട്ടണത്തിൽ നിന്നല്ലേ വന്നത്? ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഓ, ഇനി അവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം കാണുകയില്ല. അയ്യോ, അതെന്താ? അതുങ്ങളൊക്കെ പിഴച്ച വർഗങ്ങളാണെടി കൊച്ചേ. നേരെ ഉരുട്ടിയാ പിന്നെ ഇടിയും നിലവിളിയും കൊണ്ട് മനുഷ്യർക്ക് കിടന്നുറങ്ങാനൊക്കുകയില്ല. ഓ, ദേ, നീ അവരോടൊന്നും കൂട്ടുപിടിക്കരുത് കേട്ടാ. നിനക്ക് എന്തെങ്കിലും വർത്തമാനം പറയണമെന്ന് തോന്നിയാ നേരെ എന്റെ കടയിലോട്ട് വന്നേക്ക്. നിങ്ങൾ തമ്മിൽ അറിയുമോടി കൊച്ചേ? ഏയ്, ഞാനറിയില്ല. പിന്നെ ജോയി കുഞ്ഞ് നിന്നെ നോക്കി ചിരിച്ചതെന്താ? ആ, ഞാനറിയില്ല. ഓ, അന്ന് വഴക്ക് തീർക്കാൻ വന്നപ്പോ നിന്നെ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കേറ്റത്തിൽ ടീച്ചറിന്റെ മകനാ. അപ്പൊ ഞാൻ നടക്കട്ടെ വേണേ? കടയിൽ ആരുമില്ല. വരട്ടെ. മേരി, മേരി, എന്താണ് അപ്പച്ച? നീ പോയി വല്ല പാത്രവും നീ എടുത്തുകൊണ്ട് തന്നിരി. പോയി അപ്പച്ചൻ കുറെ കപ്പയും അരിയൊക്കെ വാങ്ങിച്ചോണ്ട് വരട്ടെ. അതിനിപ്പോ നിങ്ങൾ തന്നെ പോണം. പിള്ളേര് പോയാ പോരെ? നീ നേരെ വിളിച്ചേ, നേരത്താ. ആ, അതിപ്പോ വേണ്ട. നീ എന്തോന്ന് ഇങ്ങനെ എടുത്തോണ്ട് വാടി. ഓ, ഇവക്കിപ്പൊ മിഠായി തിന്നാഞ്ഞിട്ടാ. അപ്പച്ചൻ വാങ്ങിച്ചോണ്ടാ മോളെ. എന്താ അമ്മച്ചി? എനിക്ക് ഇച്ചിരി കറപ്പൂടെ മേടിച്ചോണ്ടേ. അമ്മച്ചി തുടങ്ങി. ഇച്ചിരി പോയില്ല ഞെട്ടും. പിന്നെ എങ്ങനെ അരിയും കപ്പയും മേടിക്കും? കറുപ്പും പോലെയും തിന്ന് പട്ടിണി കിടന്നോളുവാ. തറതി അറിയാൻ മേലെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ കെട്ടിയോനെ 10 മാസം ചുമന്ന് വെച്ചത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അമ്മച്ചി പലതും പറയും, നീ ഒന്ന് ചുമ്മാ. താനേതാ? ഞാനിവിടെ അടുത്ത വീട്ടില്. അടുത്ത വീട്ടില്? അയ്യോ, അറിയല്ലേ, അപ്പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് അറിയാ. പൂട്ടിയിട്ടിരിക്കുന്ന വീടാ? ഞാൻ അടുത്ത വീട്ടില് താമസക്കാരനാ. കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ തോമച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് പരിചയപ്പെടാൻ വെച്ച് വന്നതാ. എന്നാ പിന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പൂട്ടിയിട്ടിരിക്കുന്ന വീടെന്ന് വെച്ചാൽ എനിക്കറിയാം. കെട്ടിയോള് ചത്തേ പിന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ യൂക്കാലിയും വിറ്റ് നടക്കും. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അതുവരെ പുര പൂട്ടിയിട്ടേ. തുടങ്ങി. ആരെ കണ്ടാലും ഈ അമ്മച്ചിക്ക് കറുപ്പ് വേണം. നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ആ ചെറുക്കനോടല്ലോ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചോണ്ട് തരുമോടാ ചെറുക്ക? പിന്നെന്താ അമ്മേ, ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. ഇങ്ങനെ നാണമില്ലാണ്ടായ എന്നാ ചെയ്യുമെന്നാ ഞാൻ ഓർക്കണേ. നീ പോടി വിസ്താരക്കാരി. ഈ മൂട്ടരിയെല്ലാം കൂടെ എന്റെ കത്തിലെ കൊണ്ട് കുറഞ്ഞിട്ടിരിക്കുകയാണ്. മൂട്ടയൊക്കെ ശരിപ്പെടുത്തിക്കളാം അമ്മേ, അതിനൊരു മരുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. എന്റെ പൊന്നു മോനെ, നീ അത് എലിമണി മേടിച്ചോണ്ട് ഞാൻ ഈ കട്ടലയിലൊന്ന് കിടന്നോട്ടെ. കട്ടാലേ അമ്മച്ചി ആരെ കണ്ടാലും ഇത് തന്നെ പറയും. ഇതൊന്നും മകണ്ട കേട്ടോ. എടാ മുടിഞ്ഞോനെ, നീയോ മേടിച്ചു തരത്തില്ല, വേറെ വല്ലാരും അടങ്ങി കിടക്കുന്നുണ്ട് അവിടെ. കറിയ പോവല്ലേ, എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോകുന്നേ. ഞാൻ പോയിട്ട് വരട്ടെ മുന്നേ. നല്ലൊരു കൊച്ചന്. 2 പഴം കൊടു. ആ, എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കാപ്പിയുണ്ട്. ഉണ്ടല്ലോ. 2 കാപ്പി എടുക്കും. ഒരു ചായ, ഒരു കാപ്പി എടുക്കും. ഒന്നിന് പഞ്ചസാര ഉണ്ട് കേട്ടോ. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. നമ്മുടെ കാശുണ്ടപ്പാ. പിന്നെ നിന്റെയൊക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെമ്പിള്ളാരെ വഴിയെ നടത്താത്തൊന്നും എന്റെ കടയെ കയറരുത്. പിന്നെ കൊള്ളനായി പറഞ്ഞാലുണ്ട്. നീ തൊഴിക്കും അല്ലടാ. കുഞ്ഞമ്മു കയറി ചായ എടു. ആശാനെ, നീ കയറി ചായ എടുക്കണ. നിന്നോടാണ് പറഞ്ഞത്. ആശാനെ, കടിക്കാൻ പറഞ്ഞു. അത്രക്കായി പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ കറുതി. ചേട്ടാ, അതിന് ചെറുക്കൻ പട്ടാളത്തില്ലല്ലയോ? ചെറുക്കൻ വരട്ടെ. ചെറുക്കൻ വരാനൊന്നും കാക്കണ്ട. ചെറുക്കന്തേ എന്റെ മടിയിലുണ്ട്, നോക്ക്. എന്താ, പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ, അവരെ അപ്പനും മോളും കാണട്ടെ. കണ്ടോട്ടെ, പടം ഇവിടെ തന്നെ ഇരുന്നോട്ടെ.
പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങാട് വരട്ടെ. ആ. കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. ആ വരട്ടെ. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുവോ? ആ അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാന്. ഞാൻ പറഞ്ഞ കേട്ടല്ല? കേട്ടെന്നേ. ആ അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പെടുവോ അമ്മച്ചി? ആരുടെയെങ്കിലും ആകട്ടെ, കൊള്ളാവാ. ആ കൊള്ളാം. നിനക്കിഷ്ടമായോ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി? നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവാ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവാ. നിനക്കിഷ്ടമായോ? വെറുതെ ഇരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി. ഇനി ഞങ്ങൾ വാക്ക് കൊടുക്കട്ടാ. ഇതാരുടെ പടാ അമ്മച്ചി? ഇതേ നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ. നുണയാ? അല്ല, നേരാ. അമ്പടി, നിനക്ക് ഇപ്പോഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ? എടീ, മൂത്തതിനെ നിർത്തിക്കണ്ടാണ് ഈ ഇളയതിനെ കെട്ടിക്കാൻ പോണത്. ഒന്നച്ഛാ, അപ്പുറത്ത് ഇതെല്ലാം കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്ന? ഇല്ലടി, ഇല്ല. എന്റെ ചെടിയിൽ ആ പടിക്ക് കയറ്റിയിരിക്കുകയായിരുന്നു. എടി മേരിയെ, എന്തോ നീ അമ്മനെയും കൂടെ അപ്പത്തിന് കഞ്ഞി കൊണ്ടുകൊടു. നേരെ ഉച്ചയായി. പാടത്തൊന്നും പണിയൊഴിഞ്ഞ് വരികയാണ് ദീപച്ചായ. കുളിക്കേഷൻ വന്നാൽ പോലെ ഞാൻ കയറിയേച്ച് പോകുന്നേ. ആ ആ വന്നാട്ട് തോമാച്ച. എടി ഒരു പായം എടുത്തടി. ഇങ്ങോട്ട് തോമാച്ച. ആ തോമാച്ച മുറുക്കുന്ന? ഞാൻ മുറുക്കാറില്ല. അപ്പൊ തോമാച്ച, നമുക്ക് അങ്ങനെ കൂടെ ചെയ്യാം അല്ലേ? ആ ഇത് കൊള്ളാം. വഴിയെ പോയി എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ചുറ്റിപ്പോയേ ഉള്ളൂ. അയ്യോ, തറവി ഒന്നും പറഞ്ഞില്ലായിരുന്നു? എന്നാ പറഞ്ഞില്ലെന്ന്? കല്യാണ കാര്യം. നീ ഒന്ന് ചുമ്മാരടി, ഞാൻ പറയാം. എന്നാ മുതുക്കൻ അങ്ങോട്ട് പറ. പെടക്കോഴി കൂവാതടി. ഇവര് രണ്ട് വെമ്പളമാരും കൂടെ ഒരു കല്യാണാലോചന. നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാൽ കൊള്ളാന്ന് ഒക്കെ ഒരു ആഗ്രഹം. തോമാച്ചന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്നാ പറയാനാ? പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചെറുക്കന് പട്ടാളത്തിലാ ജോലി. തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവൻ ഒരു കത്തെഴുതാൻ വരാൻ പറഞ്ഞു. ഏതായാലും ചെറുക്കൻ എഴുതാം, അവനിങ്ങി വരട്ടെ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം. കത്തെഴുതിയേച്ചേ എനിക്കിങ്ങനെ തെക്കുവടെ കോടാൻ കഴിയില്ല. എടി പെടക്കോഴി പോവാതെടി. ആ നിങ്ങൾ പറഞ്ഞോ എന്നാ സ്ത്രീധനം വേണം? തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ മതി. ആ അതൊക്കെയല്ല, സ്ത്രീധനം എന്നാ വേണമെന്ന് നിങ്ങൾ എന്നാ പറയണം. ആ എന്നാ ഞാൻ പറയാം. ആ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 500 രൂപ വേണം. 500 രൂപയോ? ഞങ്ങളൊരു വലിപ്പം പറയാമെന്ന് വിചാരിക്കരുത് തോമാച്ച. മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട്. ആ പിന്നെ എന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു. ആ അതുകൊണ്ട് 500 രൂപ മതിയെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒറ്റ കാശ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ആ നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം. എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്തെഴുതട്ടോ. ആ എഴുതിക്കോ. ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ. അത് എനിക്ക് പറയാനുള്ളൂ. ആ പീരിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ? ആ പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ മേല. തോമാച്ചനെ വീച്ചറിയാവോ? അറിയാം. എന്നാ ഈ വലയം എടുത്തോ, ഇവിടെ ഇന്നാതെ ഉറഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ശരി. പതുക്കെ പതുക്കെ. നല്ലൊരു വല. വല്ലപ്പോഴും വീശാൻ പോകുമ്പോ അന്ന് കൈ മണപ്പിക്കാൻ ഞങ്ങൾക്കൂടെ കണ്ട് മീൻ തന്നാ കൊള്ളാം. അത് തന്നെ പറയണോ? മീൻ കിട്ടിയാ ഒരു പങ്ക് നിങ്ങൾക്ക്. അത് മതി, കൊണ്ടുപോയിക്കോ. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ. അതേ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. പിടക്കോഴി പോവാതടി. നമ്മളൊന്നും ചുമ്മാ പടക്കോളി. നീ അവിടെ എന്നാ എടുക്കുവാടി? ആ ഇത് വാ. ഇപ്പോഴത്തെ ഓരോരുത്തന്മാരെ ബീഡികൾ. എന്റെ കർത്താവേ, ആ ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കൈ കൊണ്ട് തന്നേക്കണം കേട്ടാ. ഇനി കുറച്ച് കാശുണ്ടാക്കാണ്ട് പറ്റിയതെന്ന് വന്നിരിക്കുകയാണ്. അതെന്നാടി?
നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതുകൊള്ളാല്ല. അപ്പുറത്തെ അകച്ചേടത്തിയുടെ മോനാ, പട്ടാളക്കാരനാണ് ചേട്ടൻ. അപ്പൊ അവൻ നമ്മെല്ലാം വെടിവെക്കുമായിരിക്കുമല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത്? എടി, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി. ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതിനിടയ്ക്ക് അവര് നിങ്ങാടും പറഞ്ഞു കഴിഞ്ഞ ശ്രീധനത്തിന് എന്നാ ചെയ്യും? സ്ത്രീധനം ഉണ്ടാക്കണം. എവിടുന്നാണ്? എല്ലാത്തിനും വഴി ഉണ്ടാവോടി. നീ ഒന്ന് പറയുന്നില്ലടി തറതി. എനിക്ക് ഇച്ചിരി കറപ്പിന് വല്ല വഴിയുണ്ടോടാ? അതിനും വഴി ഉണ്ടാക്കാൻ പറ്റി. അങ്ങോട്ടൊന്ന് ഓടി വായോ. എന്നാ കിടക്ക, എന്ന കാര്യം എന്നാന്ന് വെച്ചാ പറ. എന്റെ പശുവിന്റെ വയറ് തട്ടിപോലെ വീർത്ത് വീർത്ത് അറിയാണ്. നാടങ്ങളിൽ പാല് കിടക്കുന്ന പശുവാണോ എന്റെ മാതാവേ? ഒന്നങ്ങോട്ട് ഓടി നീ വായോ. ഒന്ന് പിടിക്കാനില്ല, വാ നോക്കാം എന്താണ്. അവള് ചാത്താടി. ആരാ അമ്മച്ചി? ആ കടുക്കാമറിയ. ഇത് നല്ല കൂത്ത്. ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്. അല്ല, ചാവാൻ പോണെന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ചോദിച്ചതാ. ഇത് മൂത്ത് പാതിരാ നേരത്ത് മുറ്റത്ത് നിന്ന് കൂടി വിളിക്കുന്നത്. ഞാനാന്ന് വെച്ചാല് കറിയ. ആരും ലൂക്കാലി കറിയ. എന്താ കറിയ? ഇവിടുത്തെ അമ്മൂമ്മ എന്നോട്ട് കാര്യം പറഞ്ഞിരുന്നേ. എന്നതാ? ഇച്ചിരി കറുപ്പ്. വലിയ ഉപകാരം. നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോ ഇത് തന്നെ. അമ്മച്ചി, നല്ല ഉറക്കമാണ്. എന്താ പറ്റി? കറിയാച്ചനെന്നായി നേരമില്ലാത്ത നേരത്തെ? ഞാനിപ്പോ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ലല്ലോ. എന്റെ തോമാ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതല. ഈ കയ്യിരിക്കുന്ന സാധനത്തിന് 3.5 രൂപ വില. പൊന്നച്ച, എന്നാ വിലയായിരുന്നാലും വേണ്ടുകയല്ല. ഇതിപ്പോ കൊണ്ടുവന്നത് തന്നെ വലിയ ഉപകാരമാണ്. അതെ, നീ അവിടെ നിന്ന് ഒരു 3.5 രൂപ എടുത്ത് കറിയാച്ചന് കൊടുത്തേരെ. വിലയൊന്നും വേണ്ട. എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന കരുതി കൊണ്ടാ മതി. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഒരു കാര്യം പറഞ്ഞു. ഒരു കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അതിലൊക്കെ താമസിക്കുന്നില്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. മൂട്ട മരുന്നേ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്. ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ ചാകാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുന്തം പെരയിലെങ്ങും വെച്ചേക്കണ്ട. ഇത് മൂട്ട കൊല്ലാനുള്ള മരുന്നല്ലേ. നീ എന്തിനാ പേടിക്കുന്നത്? നീ മൂട്ടയാണ്. അപ്പോ ഞാൻ പോട്ടെ. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ടെല്ലാം വേവിച്ചു വേണ്ടി കഴിക്കാൻ. എന്നാ കറിയാച്ചല്ലേ. ഈ മൂട്ട കൊള്ളാനുള്ള മരുന്ന് ആ പെട്ടിയിലകത്ത് വെച്ച് പൂട്ട.